തിരുവനന്തപുരത്ത് അതാ നമ്മൾ പേരൂർക്കടയിൽ മാത്രമല്ല വിവിധ കേന്ദ്രങ്ങളിൽ കോർപ്പറേഷൻ പരിധിയിൽ വിവിധ മേഖലകളിൽ ചെറിയ ചെറിയ പ്രചാരണ യാത്രകൾ, പ്രചാരണ ജാഥകൾ, അത് വാഹന ജാഥകളും പദയാത്രകളും ഒക്കെ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. നമ്മൾ ഇനി പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചി കോർപ്പറേഷൻ പരിധിക്ക് പുറത്ത് കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് തൃപ്പൂണിത്തുറ. ഇത്തവണ അവിടെ ഭരണം നിലനിർത്താൻ LDFും ഭരണം പിടിക്കാൻ BJPയും കോൺഗ്രസും UDFും നടത്തുന്ന വലിയ പോരാട്ടം തൃപ്പൂണിത്തുറയിൽ കാണാൻ കഴിയും. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി തൃപ്പൂണിത്തുറയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, തൃപ്പൂണിത്തുറയിൽ ത്രികോണ പോരാട്ടമാണ്. ഇപ്പോൾ പ്രധാന പ്രതിപക്ഷം BJP ആണ്. ഭരണം പിടിക്കുമെന്ന് BJP ഉറപ്പ് പറയുന്നു. അല്ല, മുനിസിപ്പാലിറ്റിയുടെ ഭരണം നിലനിർത്തുമെന്ന് LDF പറയുന്നു. ഇത്തവണ UDF ഭരിക്കുമെന്ന് കോൺഗ്രസ് പറയുന്നു. എന്താണ് തൃപ്പൂണിത്തുറയിലെ ഈ നിമിഷത്തെ കാഴ്ചകൾ? വിജയകുമാർ, എറണാകുളത്തെ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന സ്ഥാപനമാണ് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി. കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷത്തിനൊപ്പമാണ് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി നിൽക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ BJPയുടെയും NDAയുടെയും ഒരു വരവ് തൃപ്പൂണിത്തുറ നഗരസഭയെ സംസ്ഥാന വ്യാപകമായി തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും കൂടുതൽ പാലക്കാട് പോലെ തന്നെ പ്രതീക്ഷ വെക്കുന്ന മറ്റൊരു നഗരസഭയാണ് തൃപ്പൂണിത്തുറ നഗരസഭ. 53 വാർഡുകൾ, നിലവിൽ 49 വാർഡുകളായിരുന്നു കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. അതിൽ 17 വാർഡുകളിൽ BJPക്ക് വിജയിക്കാനായി പ്രതിപക്ഷത്തിലേക്ക് BJP എത്തുന്നു. തൃപ്പൂണിത്തുറയുടെ ചരിത്രം പരിശോധിച്ചാൽ തൃപ്പൂണിത്തുറ നഗരസഭയിൽ അത് ആദ്യഘട്ടങ്ങളിലൊക്കെ ഇടതുപക്ഷവും UDFും മാത്രമായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു BJPയുടെ ഒരു വളർച്ച എന്ന് മാത്രമല്ല അവർ UDFയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് പ്രതിപക്ഷത്തേക്ക് എത്തുന്ന കാഴ്ച കണ്ടു. ഇത്തവണ അവർ വലിയ പ്രതീക്ഷയിലാണ്. 30 സീറ്റ് പിടിച്ച് അധികാരത്തിലേക്ക് എത്തും എന്നാണ് BJPയുടെ ആളുകൾ വ്യക്തമാക്കുന്നത്. BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ഇടതുപക്ഷമാകട്ടെ ഹാട്രിക്കാണ് ലക്ഷ്യമിടുന്നത്. അവർ പല പദ്ധതികൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. പക്ഷേ UDF ഒരു വലിയ തിരിച്ചുവരവിന് പ്രതീക്ഷ വെക്കുന്നു. കഴിഞ്ഞ തവണ വളരെ നിസ്സാര സീറ്റാണ് UDFന് ലഭിച്ചത്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ബാബു ഒക്കെ നടത്തിയിട്ടുള്ള തൃപ്പൂണിത്തുറയിൽ പ്രകടനം നമുക്ക് മുൻപിലുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ഒരു മേൽക്കൈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നൊരു ചോദ്യം UDF നേതാക്കൾക്കിടയിൽ, തൃപ്പൂണിത്തുറയിലെ UDF നേതാക്കൾക്കിടയിലുണ്ട്. അത് ഇത്തവണ മാറ്റിമറിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. വലിയൊരു തിരിച്ചുവരവ് UDF പ്രതീക്ഷിക്കുന്നു. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതായത് അല്പസമയത്തിനകം തന്നെ നിലവിൽ ഇടതുപക്ഷത്തിന്റെ കൊട്ടിക്കലാശ പ്രകടനങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ UDFിന്റെയും BJPയുടെയും, BJPയാണ് എറണാകുളം ഈ തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷൻ പ്രധാനമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച അവരുടെയാണ് ഒരു വലിയ ശക്തി പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 5 മണിയോടുകൂടി BJP ഈ പ്രകടനത്തിന്റെ ഭാഗം BJPയുടെ റാലി എത്തുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നത്. BJPയുടെ റാലി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പ്രതീക്ഷ BJP വെച്ചു പുലർത്തുന്ന ഒരു നഗരസഭയാണ്. ഒരുപക്ഷെ പാലക്കാടും പന്തളവും പോലെ തൃപ്പൂണിത്തുറ നഗരസഭ അവർ പിടിച്ചെടുക്കുമെന്ന് ആവർത്തിച്ച് പറയുന്നത്. അതിനൊരു കോൺഫിഡൻസിന്റെ കാര്യം കഴിഞ്ഞതിന് മുമ്പത്തെ തവണയൊക്കെ അവർക്ക് 10-ൽ താഴെ സീറ്റ് ഉണ്ടായിരുന്നതിനടുത്താണ് കഴിഞ്ഞ തവണ അവർ 17 സീറ്റിലേക്ക് ഉയർന്നത്. ഒരു ചെറിയ സംഖ്യയല്ല. അത് ഇത്തവണ ആവർത്തിച്ചുകൊണ്ട് ഇത്തവണ 4 വാർഡുകൾ തൃപ്പൂണിത്തുറയിൽ അധികമായുണ്ട്. ആ വാർഡുകളുടെ വിജയം കൂടി അഡ്വാൻറ്റേജായി എടുത്ത് അതൊരു 30ലേക്ക് എത്തിച്ച് തൃപ്പൂണിത്തുറ ഭരണം പ്രതിപക്ഷത്ത് നിന്ന് ഭരണസ്ഥാനത്തേക്ക് എത്താനുള്ള പ്രതീക്ഷയാണ് BJP വെക്കുന്നത്. BJPയുടെ എല്ലാ നേതാക്കളും എത്തിയുള്ള പ്രചരണം, സുരേഷ് ഗോപി, രാജീവ് ചന്ദ്രശേഖർ അടങ്ങിയുള്ള സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ഒക്കെ എത്തി എറണാകുളത്ത് ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ കൊച്ചി കോർപ്പറേഷനേക്കാൾ കൂടുതൽ ശ്രദ്ധ പുലർത്തിയത് തൃപ്പൂണിത്തുറ നഗരസഭയിലാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ ഒരു ഫലം ഈ റിസൾട്ടിൽ ഉണ്ടാകുമോ എന്നാണ് അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ആ പൊട്ടിക്കലാശം അതിൻ്റെ ആവേശ പാരമ്യത്തിലേക്ക് എത്തുകയാണ്. ഇതാ UDFും അതോടൊപ്പം തന്നെ LDFും BJPയും എല്ലാവരും സ്റ്റാച്യു ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. അത്തച്ചമയ ഘോഷയാത്ര എങ്ങനെയാണോ നടക്കുന്നത് അതിൻ്റെ ഒരു പരിച്ഛേദമായി രാഷ്ട്രീയ പാർട്ടികളുടെ ഈ കൊട്ടിക്കലാശം തൃപ്പൂണിത്തുറയിൽ മാറുകയാണ്. വിജയകുമാർ, തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള വിവരങ്ങളാണ് വിഷ്ണു നൽകിയത്. അവിടെ BJP ഭരണത്തിലേക്ക് എത്തുമോ അതോ ഹാട്രിക് അടിച്ച് ഇടതുമുന്നണി അതിൻ്റെ ഭരണം നിലനിർത്തുമോ? ഒരിക്കൽ കൂടി തിരിച്ചുവരവിനുള്ള സാധ്യതയുണ്ടോ? ഈ 3 ചോദ്യങ്ങളും 3 മുന്നണികളും ചോദിക്കുകയാണ്. അവിടെ അതിനിടയിലാണ് ഈ പരസ്യപ്രചാരണം അവസാനിപ്പിക്കുന്ന ഈ സമയത്ത് സ്റ്റാച്യു ജംഗ്ഷനിൽ, പ്രധാനപ്പെട്ട കേന്ദ്രമായ സ്റ്റാച്യു ജംഗ്ഷനിലേക്ക് മുന്നണി നേതാക്കളും സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമൊക്കെയായി എത്തുന്നത്. ഇനിയും ഏതാണ്ട് 1.5 മണിക്കൂർ കഷ്ടിച്ചേ ഉള്ളൂ പരസ്യപ്രചാരണം അവസാനിക്കാൻ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളിൽ മറ്റന്നാൾ പോളിംഗ് ആണ്. നാളെ നിശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകളാണ്. അതിനു മുമ്പ് മുഴുവൻ വോട്ടേഴ്സിനെയും നേരിൽ കാണുകയും ഒക്കെ ചെയ്തതാണ് ഈ ദിവസം സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കളുമൊക്കെ വീട് വീടാന്തരം കയറി ഇറങ്ങിയുള്ള പ്രചാരണമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ
ഒരു പ്രത്യേകത. മറ്റൊരു സമയത്തും ആളുകളെ നേരിട്ട് വോട്ടേഴ്സിനെ നേരിട്ട് കാണാൻ കഴിയാത്ത സാഹചര്യമാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥാനാർത്ഥികൾക്ക് അവരവരുടെ ഡിവിഷനുകളിൽ മുഴുവൻ വോട്ടേഴ്സിനെയും നേരിൽ കണ്ട് വോട്ട് ചോദിക്കുന്നതിനുള്ള സമയം കിട്ടാറുണ്ട്. അതുകൊണ്ട് അത്തരം നേരിട്ടുള്ള വോട്ട് ചോദ്യമൊക്കെ കഴിഞ്ഞ ഈ പരസ്യ പ്രചാരണം അവസാനിപ്പിക്കുമ്പോൾ ഏതാണ്ട് ഈ ദിവസങ്ങളിലെ കഠിനാധ്വാനത്തിൻ്റെയൊക്കെ ബാക്കി എന്ന വണ്ണം വലിയ ആഘോഷം, ഒരു ഉത്സവം കണക്കെയാണ് പലയിടത്തും ഈ പരസ്യ പ്രചാരണം അവസാനിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.